നമസ്കാരം. ലേറ്റ് എഡീഷനിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. രാജ്യത്തെ പ്രകൃതിവാതക ശൃംഖല ശക്തിപ്പെടുത്താൻ അടിയന്തര ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. അവശ്യ സാധന നിയമപ്രകാരം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. അംഗീകൃത ഏജൻസികൾക്ക് തടസ്സമില്ലാതെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനും വ്യാപിപ്പിക്കാനും സൗകര്യമൊരുക്കും. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, വിശദാംശങ്ങൾ. ഇപ്പോൾ രാജ്യത്തെ LPG പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രകൃതിവാതക ശൃംഖല ശക്തിപ്പെടുത്താനുള്ള കേന്ദ്രത്തിന്റെ അടിയന്തര ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ആവശ്യ സാധന നിയമപ്രകാരം പുതിയ ഉത്തരവ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് പ്രകാരം PNG കണക്ഷൻ അനുമതികൾ ഇനി മുതൽ വേഗത്തിലാകും. കൃത്യമായി സമയബന്ധിതമായി ഈ അനുമതി നൽകണം എന്നതാണ് പുതിയ ഉത്തരവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിന് ചില സമയപരിധിയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗ്യാസ് ശൃംഖലയാണെങ്കിൽ 10 ദിവസം, അതുപോലെ തന്നെ സിറ്റി ഗ്യാസ് ശൃംഖല, വലിയ ഗ്യാസ് ശൃംഖലയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ കണക്ഷൻ ആണെങ്കിൽ 60 ദിവസത്തെ സമയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കൃത്യമായി അനുമതി വൈകുകയാണെങ്കിൽ അതൊരു അനുമതി ലഭിച്ചതായി കണക്കാക്കുമെന്ന് കൂടി ഇപ്പോൾ ഈ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരുകൾക്കാകട്ടെ മറ്റ് ഭരണകൂടങ്ങളാകട്ടെ അവർ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് അത് വൈകാൻ പാടില്ല എന്ന് തന്നെയാണ് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഏകീകൃതവും സുതാര്യവുമായ നിരക്കുകളായിരിക്കും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക. അംഗീകൃത ഏജൻസികൾക്ക് തടസ്സമില്ലാതെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ വ്യാപിപ്പിക്കുവാനും സൗകര്യമൊരുക്കുമെന്നും പുതിയ ഉത്തരവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ 2026 എന്ന പേരിലാണ് പുതിയ ഉത്തരവ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കൃത്യമായ കർശന നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. കാരണം ഒരു ഹൗസിംഗ് സൊസൈറ്റിയോ അതുപോലെ തന്നെ ഒരു ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ അനുമതികൾ അവർ ഈ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നൽകണം. ഈ അനുമതി നൽകാൻ വൈകുകയാണെങ്കിലോ അല്ലെങ്കിൽ അനുമതി നിഷേധിക്കുകയാണെങ്കിലോ ആ സൊസൈറ്റിയിലേക്കുള്ള LPG വിതരണം 3 മാസത്തിന് ശേഷം നിർത്തിവെക്കാനും ഈ പുതിയ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പ്രകൃതിവാതക ശൃംഖല അത് കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം രാജ്യത്ത് LPG പ്രതിസന്ധി വലിയ രീതിയിൽ ഉണ്ടാകുന്നുവെന്ന വിമർശനം വിവിധ കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുമ്പോഴും പലയിടങ്ങളിലും ഹോട്ടലുകളും അതുപോലെ തന്നെ മറ്റ് മേഖലയിലടക്കം പാചകവാതകം ലഭിക്കാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. PNG കൂടുതൽ എല്ലാവരും ഉപയോഗിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്തായാലും ആ ഉത്തരവ് കൂടുതൽ ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ ആ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഉത്തരവ് ഇപ്പോൾ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും അനുമതി അടിയന്തര പ്രാധാന്യത്തോടെ വളരെ വേഗത്തിൽ ലഭ്യമാകും. ഇതുമായി ബന്ധപ്പെട്ട സമയക്രമം അടക്കം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അമൽ. ശരി അരവിന്ദ്. രാജ്യത്തെ പ്രകൃതിവാതക ശൃംഖല ശക്തിപ്പെടുത്താൻ അടിയന്തര ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവശ്യ സാധന നിയമപ്രകാരം ആണ് ഈ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെയും എതിർക്കുന്നുവെന്നും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും രാജ്യസഭയിലെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വിദേശനയം പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ വിദേശനയമാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രശ്നങ്ങൾ നേരിടാൻ കേന്ദ്ര സർക്കാർ 7 ശാക്തീകരണ സമിതികൾ രൂപീകരിച്ചതായും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മാറ്റുക, പെട്രോൾ, ഡീസൽ, പാചകവാതകം, വളം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നിവയാണ് വിദഗ്ധ സമിതികളുടെ പ്രധാന ചുമതല. इजरायल और अमेरिका के साथ भी संपर्क में है. हमारा लक्ष्य डायलॉग और डिप्लोमेसी के माध्यम से क्षेत्र में शांति की बहाली का है. बीते 11 वर्षों में 53 लाख मीट्रिक टन से अधिक का स्ट्रेटेजिक पेट्रोलियम रिजर्व भी डेवलप किया गया है. രാജ്യത്ത് നടപ്പാക്കുന്നത് പ്രധാനമന്ത്രിയുടെ വ്യക്തിഗത വിദേശ നയമെന്നും അമേരിക്ക പറയുന്നതാണ് ചെയ്യുന്നതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. हमारी जो फॉरेन पॉलिसी है, this is Prime Minister Modi's personal foreign policy. You can see the result of this. It's a universal joke. Everybody considers it a universal joke. Donald Trump knows exactly what Mr. Modi can do and what Mr. Modi cannot do. If the Prime Minister is compromised, our foreign policy is compromised. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാനായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ വൈകിട്ട് 5 മണിക്ക് ചേരും. 24 ഡൽഹി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ചർച്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യയിലെ ഇറാൻ അംബാസിഡറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇറാനിലെ ഇന്ത്യക്കാർക്ക് നൽകുന്ന പിന്തുണയ്ക്ക് കേന്ദ്രമന്ത്രി നന്ദി അറിയിച്ചു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം യുദ്ധതന്ത്രമെന്നാണ് സൂചന. കൂടുതൽ US സൈനികർ വെള്ളിയാഴ്ചയോടെ പശ്ചിമേഷ്യൻ തീരത്തെത്തും. അമേരിക്കൻ യുദ്ധക്കപ്പൽ USS ട്രിപ്പോളിയും സംഘർഷ മേഖലയിലേക്ക് തിരിച്ചെന്നാണ് വിവരം. അതേസമയം സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. സൗദിയിലും ബഹ്റൈനിലും കുവൈറ്റിലും UAEയിലും ആക്രമണമുണ്ടായി. ബഹ്റൈനിൽ മിസൈൽ ആക്രമണത്തിൽ UAE സായുധ സേനാംഗം കൊല്ലപ്പെട്ടു. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പുലർച്ചെ തന്നെ ഇറാൻ ആക്രമണം ആരംഭിച്ചു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയെ ലക്ഷ്യമിട്ട് തുടർച്ചയായ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. 20-ലേറെ ഡ്രോണുകളാണ് സൗദി വ്യോമസേന തകർത്തത്. ബഹ്റൈനിൽ 2 തവണ അപായ സൈറൺ മുഴങ്ങി. കുവൈറ്റിലാകട്ടെ 3 തവണയാണ് രാവിലെ മാത്രം ആക്രമണമുണ്ടായത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കുവൈറ്റിൽ 7 പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾ തകരാറിലായി. രാജ്യത്ത് പലയിടത്തും വൈദ്യുതി മുടങ്ങി. 5 മിസൈലുകളും 17 ഡ്രോണുകളും നേരിട്ടതായി UAE പ്രതിരോധ വകുപ്പ് അറിയിച്ചു. ബഹ്റൈനിൽ മിസൈൽ ആക്രമണത്തിൽ UAE സായുധ സേനാംഗം കൊല്ലപ്പെട്ടു. മൊറോക്കൻ സ്വദേശിയായ സിവിലിയൻ കോൺട്രാക്ടറാണ് കൊല്ലപ്പെട്ടത്. 5 പേർക്ക് പരിക്കേറ്റെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈൻ UAE സംയുക്ത ദൌത്യ സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിനിടെ നാറ്റോ സെക്രട്ടറി ജനറലുമായി ചർച്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 24 ദുബായ്. നാടാകെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വോട്ടുത്സവം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ വോക്കർ ഉദ്ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ച ഡീൽ ആരോപണം കത്തിപ്പടരുകയാണ്. മുൻകൂട്ടി ജാമ്യമെടുക്കലാണ് CPIM-നെതിരെയുള്ള കോൺഗ്രസ് ആരോപണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. മണ്ഡലങ്ങൾ എണ്ണിപ്പറഞ്ഞ ഡീൽ ആരോപണം പ്രതിപക്ഷം ഇന്നും ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPIM BJP ഡീലുണ്ടായെന്ന് ആത്മകഥയിൽ മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ ആരോപിച്ചു. UDF-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തെരഞ്ഞെടുപ്പിൽ CPIM BJP സംയുക്ത നീക്കമെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. കോലീബിയും നിയമവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണത്തെ ഇന്നും മുഖ്യമന്ത്രി പ്രതിരോധിച്ചത്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഡീൽ ആരോപണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ചോദിച്ചു. KC വേണുഗോപാൽ രാജ്യസഭാംഗത്വം രാജിവെച്ചതും ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, രാജ്യസഭാംഗമായിട്ടുണ്ട് അദ്ദേഹം. ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJP ആണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. മണ്ഡലങ്ങളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. വലിയ അധാർമികതയ്ക്ക് CPIM നേതൃത്വം നൽകുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അപ്പൊ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPIM BJP ഡീലുണ്ടായെന്ന് മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ ആത്മകഥയിൽ ആരോപണമുയർത്തി. വ്യാകരണമില്ലാത്ത ജീവിതമെന്ന ആത്മകഥയിലാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന KNA ഖാദറിന്റെ തുറന്നു പറച്ചിൽ. എന്നാൽ ആരോപണം CPIM നേതൃത്വം തള്ളി. ഇലക്ഷൻ ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 1637 പത്രികകൾ അംഗീകരിച്ചു. 337 പത്രികകൾ തള്ളി. 2 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചു. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന
വേളയിൽ പലയിടത്തും അനിശ്ചിതത്വമുണ്ടായിരുന്നു. പരാതിയെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പത്രിക വൈകിയാണ് സ്വീകരിച്ചത്. LDF പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് വി ഡി സതീശന്റെ പത്രികയിൽ അനിശ്ചിതത്വമുണ്ടായത്. എന്നാൽ വി ഡി സതീശന്റെ വിശദീകരണം അംഗീകരിച്ച് പത്രിക സ്വീകരിക്കുകയായിരുന്നു. കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് സൗണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ലോ അനുസരിച്ചിട്ടാണ്. കൃത്യമായ നിയമത്തിന്റെയും നടപടിക്രമത്തിന്റെയും പ്രീസിഡൻസിന്റെയും അടിസ്ഥാനത്തിലാണ് അതുണ്ടായിട്ടില്ല. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ ഒരു സെറ്റ് പത്രിക തള്ളി. വർഗീയ പരാമർശം നടത്തിയ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇവിടെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ അപരൻ PC മുഹമ്മദ് റിയാസിന്റെ പത്രിക തള്ളി. ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥി PK ശശിയുടെ അപരൻ ശശി PKയുടെ പത്രിക സ്വീകരിച്ചു. LDF സ്ഥാനാർത്ഥി K. പ്രേംകുമാറിന്റെ അപരൻ K. പ്രേമദാസന്റെ പത്രിക തള്ളി. കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക അംഗീകരിച്ചു. അപരന്റെ പത്രിക തള്ളി. സത്യവാങ്മൂലം പൂർണ്ണമല്ലാത്തതിനാൽ അമ്പലപ്പുഴയിലെ അപര സ്ഥാനാർത്ഥി VK സുധാകരന്റെ പത്രിക തള്ളി. ഇലക്ഷൻ ഡെസ്ക് 24. നേമം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും CPIM-ഉം. നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരം നൽകിയില്ല എന്ന കോൺഗ്രസ് ആരോപണം ഉയർത്തിയെങ്കിലും പത്രിക വരണാധികാരി സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷനെയും കോടതിയെയും സമീപിക്കാൻ ഇരുമുന്നണികളും തയ്യാറെടുക്കുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ CPIM മൗനം പാലിച്ചെന്നാണ് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ ആരോപണം. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലാണ് നേമം UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ ആരോപണം ഉന്നയിച്ചത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ സത്യവാങ്മൂലത്തിൽ കർണാടകയിലെ 200 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്ത് സംബന്ധിച്ച വിവരം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ആക്ഷേപം. പത്രിക പരിശോധിച്ച് മാറ്റിവെച്ചുവെങ്കിലും പിന്നീട് വരണാധികാരി പത്രിക സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി നൽകാൻ UDF തയ്യാറായില്ലെന്നാണ് ശബരിനാഥന്റെ ആരോപണം. LDF ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ പോലും ഒരു ആരോപണം ഉന്നയിച്ചില്ല. ഇത്രയും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരൊന്ന് കൂടെ നിൽക്കണ്ടേ? ഇതൊരു പൊതുവിഷയമല്ലേ, ഒരു ധാർമ്മികതയുടെ വിഷയമല്ലേ? വലിയ ധാർമ്മികതയുടെ അപ്പോസ്തലന്മാരായി നിൽക്കുന്ന LDF-ന്റെ നേതാക്കൾ അദ്ദേഹത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയോ ഈ വിഷയത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞില്ല. ക്ലിയറാണ്. സൂക്ഷ്മ പരിശോധന നടത്തുന്ന തൊഴിൽ ഭവനിൽ എത്തിയ LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ വൻതോതിൽ വിവരങ്ങൾ മറച്ചുവെച്ച നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് കോൺഗ്രസ് ഇത് പറഞ്ഞത് ആദ്യമായിട്ടൊന്നുമല്ല. 2024 ലോക്സഭ ഇലക്ഷനിലും പ്രചരണം നടത്തി. അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോർട്ട് പോകണം, ഇലക്ഷൻ കമ്മീഷനോട് പോകണം, അവിടെ തീരുമാനിക്കട്ടെ. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന നേമത്ത് നാമനിർദ്ദേശ പത്രികയുടെ പേരിൽ പുതിയൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്. സോണിയാഗാന്ധിയെ ഡൽഹി ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. പതിവ് ആരോഗ്യ പരിശോധനകളുടെ ഭാഗമായാണെന്നുള്ള റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നൊന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് പറയുന്നത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. റിപ്പോർട്ടർ TVയുടെ സംപ്രേക്ഷണ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 2020 പാർട്ടി അധ്യക്ഷനും കിറ്റെക്സ് ഗ്രൂപ്പ് MD-യുമായ സാബു M. ജേക്കബ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. ലൈസൻസ് ഉടമകളുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ വാക്കാൽ അറിയിച്ചു. റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തനം ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ലൈസൻസിലാണ്. എന്നാൽ നിലവിലുള്ള ഡയറക്ടർമാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ലൈസൻസ് കൈമാറ്റം നടത്തിയ കാര്യം ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടറായ MB നികേഷ് കുമാർ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയത്തെ അറിയിച്ചില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ലൈസൻസ് ഉടമകളായ MB നികേഷ് കുമാറിന്റേതടക്കമുള്ളവരുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച കാര്യം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ലൈസൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നികേഷിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 2-നകം മറുപടി നൽകണം. മറുപടി പരിഗണിക്കുന്ന കേന്ദ്ര സർക്കാർ ചാനലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വ്യാജ വാർത്തകൾ നൽകി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സാബു M. ജേക്കബ് ചാനലിനെതിരെ 250 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. 24 കൊച്ചി.
BJP സീൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ഉൾപ്പെട്ട സംഭവത്തിൽ ട്വീറ്റ് ചെയ്ത UP-യിലെ മാധ്യമ പ്രവർത്തകന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേരള പോലീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJP സീൽ വന്നത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കുലറിൽ BJP സീൽ പതിച്ചതിന്റെ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും പോസ്റ്റുകൾ കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം എക്സ് നീക്കി തുടങ്ങി. കേരള DGPക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിവരം. ക്ലർക്കൽ പിഴവെന്ന് ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി സമ്മതിച്ച നടപടിയുടെ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും രാവിലെയാണ് എക്സിന്റെ ഇമെയിൽ ലഭിച്ചത്. UP അടക്കം വിവിധ സംസ്ഥാനങ്ങളിലുള്ള മാധ്യമ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, സ്വതന്ത്ര മാധ്യമ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കാണ് നോട്ടീസ് ലഭിച്ചത്. IT നിയമത്തിലെ 79(3)B അനുസരിച്ചാണ് നടപടി. ഇതൊരു സംഭവിച്ചിട്ടുള്ള ഒരു എറർ എല്ലാം ഡിസ്റിഗാർഡ് ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് എല്ലാവർക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലെ മറിച്ചു വെക്കാനുള്ള ഒരു സംഭവമൊന്നും അല്ല. സോ ഇതിലെ കൃത്യമായിട്ട് നമ്മൾ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJP സീൽ വന്നത് ദുരൂഹമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJPയുടെ സീൽ അതങ്ങനെ വരുന്നു? അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ എന്താണ് ബന്ധം? സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ BJPയുടെ സീൽ വരുന്നത് ദുരൂഹമാണ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. വിഷയം ഇനിയും വിവാദമാകാതെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ പോകണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം. 24 തിരുവനന്തപുരം. വ്യക്തിഗത അവകാശങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള നടൻ മോഹൻലാലിന്റെ ഹർജിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. എല്ലാ ലിങ്കുകളും ക്രോഡീകരിച്ച് പുതിയ അപേക്ഷ നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. അനുമതിയില്ലാതെ തന്റെ ചിത്രങ്ങളും വീഡിയോയും ശബ്ദങ്ങളും ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടൻ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ചില ഫോട്ടോകളിൽ ബോഡി ഷെയ്മിംഗ് ഉള്ളടക്കമുണ്ടെന്നും മോഹൻലാലിന്റെ ശബ്ദം എങ്ങനെ ക്ലോൺ ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ഒരു യൂട്യൂബ് ട്യൂട്ടോറിയലുണ്ടെന്നും അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഡീപ് ഫേക്ക്, വോയിസ് ക്ലോണിംഗ് എന്നിവയിൽ ആശങ്കയുള്ളതായും മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജിയിൽ മെറ്റയോട് കോടതി വിശദീകരണം തേടി. ലിങ്കുകൾ പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിട്ടില്ലെന്ന് മെറ്റയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസ് ഡൽഹി ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നതല്ലെന്നും മോഹൻലാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും മെറ്റയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഓരോ നിമിഷത്തിലും പുതിയ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് എല്ലാ ലിങ്കുകളും ക്രോഡീകരിച്ച പുതിയ അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. 24 ഡൽഹി. ട്രെയിൻ യാത്രക്കാർക്ക് ഒരു ആശ്വാസ വാർത്തയുണ്ട്. പുതിയ ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കൽ നിയമവുമായി റെയിൽവേ മന്ത്രാലയം എത്തിയിരിക്കുന്നു. 72 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും ലഭിക്കും. 72 മുതൽ 25 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കുന്നവർക്ക് 75% റീഫണ്ടുണ്ട്. 24 മുതൽ 8 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കുന്നവരിൽ നിന്ന് 50% ചാർജ് ഈടാക്കും. 8 മണിക്കൂറിന് ശേഷം റീഫണ്ട് ഇല്ല. ഇനി ഒരു കായിക വാർത്തയിലേക്കാണ്. IPL ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ്. ആദിത്യ ബിർള ഗ്രൂപ്പ് അമേരിക്കൻ സ്പോർട്സ് ഇൻവെസ്റ്ററായ ഡേവിഡ് ബ്ലിസ്റ്റർ എന്നിവർ ഉൾപ്പെട്ട കൺസോർഷ്യമാണ് ഫ്രാഞ്ചൈസിയെ വാങ്ങിയത്. 17,000 കോടിക്കും 18,600 കോടിക്കും ഇടയിലുള്ള തുകയ്ക്കാണ് ടീം കൈമാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ ഉടമകളായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിൽ നിന്ന് ഈ സീസണിലൊടുവിലായിരിക്കും ടീം കൈമാറുക. വെൽക്കം ബാക്ക്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. നാടിന്റെ രാഷ്ട്രീയ സ്പന്ദനം അറിയാൻ മണ്ഡലം ചുറ്റും മഹിളകളുമുണ്ട്. മണ്ഡലം ചുറ്റും മഹിളകൾ കോസ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. ഇടുക്കി തൊടുപുഴയിൽ ഇക്കുറി 2020-യുടെ റോയ് വാരിക്കാട്ടാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ NDA ഭരണം അനിവാര്യമെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. പ്രതികരണം മണ്ഡലം ചുറ്റും മഹിളകളിൽ ക്രിസ്റ്റീനയും സ്മിതയും ചേർന്നു. അപ്പൊ നമ്മള് മണ്ഡലം ചുറ്റി തൊടുപുഴയില് ഓരോരോ കാഴ്ചകളും കണ്ട് ഭക്ഷണവും കഴിച്ച് വയറ് നിറച്ച് നല്ല ഞാവൽമരം അല്ലേ? ഞാവൽമരം. ഇവിടെ വരുമ്പോഴൊരു ഗുണം അതാണ്. പ്ലാവ് നിറയെ ചക്ക, നിറയെ പ്ലാവുകൾ, മാങ്ങ, ഞാവലൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. നമ്മുടെ നഗരത്തിൽ കാണാനേ ഇല്ല. അതൊക്കെ ഇങ്ങനെ കണ്ട് ഇതിന്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുമ്പോഴാണ് നമ്മുടെ തൊടുപുഴയിലെ അതെ NDA സ്ഥാനാർത്ഥിയല്ലേ നിൽക്കുന്നത്? അതെ.
റോയെ വാരിക്കാട്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലെ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അല്ലെ? നല്ല പ്രചരണത്തിന് വളരെ കുറച്ച് സമയമുള്ളൂ ഇത്തവണ അല്ലെ? അപ്പൊ എങ്ങനെ പോകുന്നുണ്ട് തൊടുപുഴയിലെ ഒരു കാറ്റ് എങ്ങനെയുണ്ട്? നിങ്ങള് ഇത് എൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ, തൊടുപുഴ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ വളരെ പ്രകൃതി രമണീയമാണെന്നും ഭക്ഷ്യവസ്തുക്കൾ ധാരാളം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ കൂടെ ഞാൻ മത്സരിക്കുന്ന എൻ്റെ ചിഹ്നമായ പ്ലാവിൽ നിന്ന് വരുന്ന ചക്കയുടെ കാര്യം പറഞ്ഞാൽ വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ ചിഹ്നം അത് മാർക്കറ്റ് ചെയ്തോ പറഞ്ഞു. ചക്ക ഇഷ്ടമല്ലാത്ത മലയാളി ഉണ്ടോ? പക്ഷെ അത് വോട്ടായി മാറണം. വോട്ടായി മാറും. തൊടുപുഴയിൽ ഒരു സംശയവും വേണ്ട. 85 വയസ്സുള്ള PJ ജോസഫ് 50 വർഷം തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഞാൻ 2016 മത്സരിച്ച് തോറ്റയാളാണ്. ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ സംവിധാനത്തിൻ്റെ മനോഹാരിതയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് മകൻ വന്നാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത് ഈ ലോകത്ത് കാണിക്കുന്ന, തൊടുപുഴ നിയോജകമണ്ഡലത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയും പരിഹാസമാണ്. അത് നമുക്ക് ഗുണം ചെയ്യോ LDFന് ഗുണം ചെയ്യോ? എങ്ങനെയായിരിക്കും? ഒരു സംശയവും വേണ്ട. NDAയുടെ സ്ഥാനാർത്ഥി, നരേന്ദ്രമോദിജി നയിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി റോയി വാരികാട്ട് കേരള നിയമസഭ കാണും. അപ്പോൾ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലെത്തുന്ന തൊടുപുഴക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നാണ് വിചാരിക്കുക? എന്തൊക്കെ വിഷയങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്? തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 50 വർഷം MLA ആയിരുന്ന PJ ജോസഫിന് ഒരു ചെറിയ സ്റ്റേഡിയം പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 50 വർഷം തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ സാക്ഷര കേരളം എന്ന് പറയുന്ന ആ കേരളത്തിലുള്ള തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ ഒരു നല്ലൊരു ലൈബ്രറി പോലും കുഞ്ഞുങ്ങൾക്കില്ല. കാർഷിക മേഖലയിൽ നിന്ന് വന്ന PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം കാർഷിക മേഖലയിൽ നിന്ന് വന്നവരാണ്. കൃഷിക്കാർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് സാധ്യതയുള്ള ഒരു ടൗണിനെ സാവകാശം ശ്വാസം മുട്ടിച്ച് നിർത്തിയിരിക്കുന്നത് ഇനി മകനും കൂടി വന്നാൽ തൊടുപുഴ ആ സ്വാഭാവിക മരണത്തിലേക്ക് പോകും എന്നല്ലാതെ ഒരു വികസനമുണ്ട്. അത് തിരിച്ചറിയാനുള്ള ബോധം തൊടുപുഴയിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ NDA സ്ഥാനാർത്ഥി നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ വികസന പ്രവർത്തനങ്ങളിൽ അത്ര കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് NDAക്ക് ഗുണകരമാകും എന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തവണ തൊടുപുഴയിൽ നിയമസഭയുടെ ശബ്ദമാകാൻ പോകുന്നത് താനാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കാണാം അല്ലേ? അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.